ഹായ് നമസ്കാരം. എന്നാണ്ട് വിശേഷം? സുഖാണോ? ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പം ഇന്ന് നമ്മൾ എന്തിനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇന്ന് നമ്മളൊരു എക്സ്പെരിമെൻ്റാണ് നടത്തുന്നത്. നിങ്ങളുടെ പലർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെ എന്നാലും നമ്മുടെ മുഖത്തെ ഒരു നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഉള്ളൊരു ഒരു പ്രശ്നമാണ് നമ്മളിന്ന് ടാക്കിൾ ചെയ്യാൻ പോകുന്നത്. അതും വളരെ ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാം, ഓക്കെ, ആൻഡ് പെയിൻലെസ് ആയിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. എന്താണെന്ന് മനസ്സിലായോ? ഫേഷ്യൽ ഹെയർ റിമൂവൽ. നമ്മുടെ മുഖത്ത് വളരുന്ന ചെറിയ ചെറിയ നനുനനുത്ത രോമങ്ങൾ അല്ലേ, അത് വലിയ ഉപദ്രവകാരികളല്ല, പക്ഷെ എന്നാലും നമുക്കതൊരു കുറച്ചിലാണ് അല്ലേ. അതുകൊണ്ട് അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നാണ്, വിതൗട്ട് പെയിൻ അതെങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ മീനു, നിങ്ങൾ കാണുന്നത് നമ്മുടെ യൂട്യൂബ് ചാനൽ മീനു മറിയം. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞിക്ക ബെല്ലൈക്കൺ ഉണ്ട്, നിങ്ങൾ അതിലൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനിലേക്ക് മാറിയാൽ മാത്രമേ ഇനി ഞാൻ വീഡിയോസ് ഇടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്കിനിയും കാണണ്ടേ? അപ്പം നമ്മൾ ഇത്ര നേരം സംസാരിച്ചുകൊണ്ടിരുന്ന ആ ടോപ്പിക്കിലേക്ക് നമുക്ക് കടന്നാലോ. നമ്മുടെ ഫേഷ്യൽ ഹെയർ നമ്മൾ പലതരത്തിൽ റിമൂവ് ചെയ്യും അല്ലേ, ത്രെഡ് ചെയ്ത്, അതായത് നമ്മുടെ പിരുകമല്ല അല്ലാതെ നമുക്ക് നല്ല ഗ്രോത്ത് ഉള്ളവർ ത്രെഡ് ചെയ്യും. ഞാൻ ഒരു പ്രായം വരേക്കും ത്രെഡിങ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, പക്ഷേ എൻ്റെ മെയിൻ പ്രശ്നം ത്രെഡ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടായിരുന്നു, ഒത്തിരി കുരുക്കൾ വരുമായിരുന്നു. പിന്നെ അതിൻ്റെ മേളിൽ ത്രെഡ് ചെയ്ത് ഈ കുഴിയും പാടും ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലതാണ് ത്രെഡിങ്, കാരണം വളരെ ഇച്ചിരി രോമങ്ങളൊക്കെ ഉള്ളൂ ഫേസിലെങ്കിൽ നിങ്ങൾ ത്രെഡ് ചെയ്യുള്ളൂ, കുഴപ്പമില്ല. പക്ഷേ എന്നെ പോലെ നല്ല കട്ടിക്കൊക്കെ മുടിയും രോമമൊക്കെ ഉള്ളവരാണെങ്കിൽ ത്രെഡ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, എൻ്റെ ഒരു ഒപ്പീനിയൻ കേട്ടോ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്തോളാം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്സിങ് ആണ്. ഞാൻ വഴിക്കേയില്ല, നല്ല പെയിൻഫുള്ളാണ്, സ്കിന്നിനെ ഭയങ്കരമായിട്ട് വലിക്കുന്നുണ്ട്, ഭയങ്കര പുള്ളിങ് എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് സാഗ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ കട്ട്സ്, മുറിവുകൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കാനായിട്ട് അത് കാരണമാകും. അപ്പോൾ ഓവർ ഒരു പ്രഷർ ചെന്ന് കഴിയുമ്പോൾ പാവം നമ്മുടെ സ്കിന്ന് ബ്രേക്ക് ഔട്ട്സ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെയുള്ള ഒരു ഓപ്ഷൻ എന്താണെന്ന് കഴിഞ്ഞാൽ ഈ നമ്മുടെ എപ്പിലേറ്റേഴ്സ് പോലത്തെ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാം. എനിക്ക് ഇച്ചിരി പാടാണ് ഈ വേദന സഹിക്കുന്ന പരിപാടികൾ ഇല്ലാതെ എങ്ങനെ സുന്ദരിയാകാം എന്നുള്ളതാണ് നമ്മുടെ ചാനലിൻ്റെ തന്നെ ഒരു എയിം. അപ്പം അതിനൊക്കെ എപ്പിലേറ്റർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ എപ്പിലേറ്റേഴ്സ് യൂസ് ചെയ്തേക്കുക. എപ്പിലേറ്റേഴ്സ് വളരെ നല്ലൊരു എന്താ പറയുക ഹെയർ റിമൂവൽ ടൂളാണ്. എൻ്റെ സിസ്റ്ററൊക്കെ എപ്പിലേറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ചോദിക്കാറുണ്ട് എങ്ങനെ ഇത് പറ്റുന്നു, കാരണം എന്ത് വേദനയാണ് ഓരോ ഹെയറും പുൾ ഔട്ട് ചെയ്തെടുക്കുമ്പോഴാണ്. അപ്പം ചേച്ചിയൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തുടർച്ചയായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനൊരു പേരും നമുക്ക് തോന്നത്തില്ല, നമ്മൾ ഇതുമായിട്ട് യൂസ്ഡ് ആവും, നമ്മുടെ ത്രെഡിങ് ഒക്കെ പോലെ തന്നെ ഉള്ളൂ എന്നാണ് പറയുന്നത്. എനിക്കറിയത്തില്ല, ഞാൻ എന്തായാലും ആ വഴിക്കുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? പക്ഷെ സുന്ദരിയാവണം, ഫേഷ്യൽ ഹെയർ മാറ്റണം. ഫേഷ്യൽ ഹെയർ മാറ്റിയാൽ സുന്ദരിയാവുമെന്നൊന്നുമില്ല, നമ്മൾ ഇച്ചിരി വീശ വെച്ച് നിന്നാലും നമ്മൾ സുന്ദരികൾ തന്നെയാണ് അല്ലേ. അപ്പം ഇനി അങ്ങനെ ഒരു വിഷമമുള്ള ആൾക്കാർക്ക് പെയിൻലെസ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ വളരെ സേഫായിട്ട് നമുക്ക് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റിയ സാധനമാണ്. നമ്മുടെ ഉർവശിയൊക്കെ ചോദിക്കുന്നുണ്ട്, ഇത് കണ്ടോ, ഇതാണ് ആ സാധനം. എന്താണ് ഈ സാധനം? ഇതാണ് ഫേഷ്യൽ റേസർ. പേടിക്കുകയേ വേണ്ട. പേര് കേൾക്കുമ്പോഴും അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോഴും എല്ലാവരുടെയും പേടി എന്താണെന്നറിയോ? നമ്മുടെ അച്ഛന്മാരും ഹസ്ബൻഡ്സും ബ്രദേഴ്സും ഒക്കെ യൂസ് ചെയ്യും, നമ്മുടെ ആണുങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന റേസറാണിത് എന്നാണ്. അല്ല, ഇത് വെറും പാവം പിടിച്ച സാധാരണ നമ്മൾ പെൺപിള്ളേരുടെ റേസറാണ്. ഇത് യൂസ് ചെയ്തതുകൊണ്ട് ഒരു പ്രശ്നവും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. ആസ് ഫാർ എനിക്ക് വേറെ പ്രശ്നങ്ങളോ ബ്രേക്ക് ഔട്ട്സോ ഒന്നും വന്നില്ല. എൻ്റേത് ഓയിലി ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണ്. അപ്പം അതുകൊണ്ട് ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ ലേഡീസ് സ്റ്റോഴ്സിലും കിട്ടും, നിങ്ങൾ പോയി ചോദിച്ചാൽ മതി. അതല്ല, ലേഡീസ് സ്റ്റോറിൽ പോയി മേടിക്കാത്ത ആൾക്കാരാണ്, നിങ്ങൾ ഓൺലൈനാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ഇഷ്ടം പോലെ വെറൈറ്റി ഓഫ് ഫേഷ്യൽ റേസേഴ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇതിൻ്റെ വിലയൊന്നും ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവാണ്, നമുക്ക് എല്ലാവർക്കും മേടിക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമുക്കിത് ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ ലൈവായിട്ട്. ഇതും കൊണ്ട് ഞാൻ ഐബ്രോസും ചെയ്യാറുണ്ട് കേട്ടോ, അപ്പം വേണമെങ്കിൽ ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ച് തരാം, നോക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ എന്നാൽ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് അതായത് ഇത് നമ്മൾ മുഖത്ത് ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്.
ഒന്നല്ല, ആക്ച്വലി 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നന്നായിട്ട് ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടാവണം. മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ഫേസിലുണ്ടാവാനേ പാടില്ല. ലിപ്സ്റ്റിക് ഇടുന്നതും കണ്ണെഴുതുന്നതൊന്നും അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. മുഖത്ത് കോസ്മെറ്റിക് ആയിട്ട് ഒരു സാധനങ്ങളും ഉണ്ടാവാൻ പാടില്ല. ഞാനിപ്പോൾ മുഖം കഴുകിയതാണ്, ജസ്റ്റ് ലിപ്സ്റ്റിക്ക് മാത്രം നിങ്ങൾക്ക് കാണാമല്ലോ. ലിപ്സ്റ്റിക്കും ഇത് കണ്ണെഴുതിയിട്ടുണ്ട്, അതേ ഉള്ളൂ. അതല്ലാതെ നമ്മളുടെ മുഖത്ത് കോസ്മെറ്റിക് ആയിട്ടുള്ള ഒരു സാധനങ്ങളും പാടില്ല. മുഖം നന്നായിട്ട് വാഷ് ഓഫ് ചെയ്യുക. മുഖം വാഷ് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മോയ്സ്ചറൈസർ, എന്തെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ മുഖത്ത് തേക്കുക. ഡ്രൈ ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ ഞാൻ അത്ര റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു മോയ്സ്ചറൈസറും കൂടെ യൂസ് ചെയ്യുക. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് എൻ്റെ സ്കിന്ന് കാണാമല്ലോ, അത്യാവശ്യം കുട്ടി കുട്ടി രോമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാണാമല്ലോ അല്ലേ? മീശയൊക്കെ ഉണ്ട്. പിന്നെ പിരികത്തിൻ്റെ ഈ താഴ്ഭാഗമൊക്കെ ഞാൻ നമ്മുടെ ഈ ഫേഷ്യൽ റേസർ കൊണ്ട് തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. സേഫാണ്, അറിയാവുന്നവർക്കാണെങ്കിൽ സേഫാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇങ്ങനെ വല്ലതും ചെയ്ത് ഇത് മൊത്തം പോയിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത്. നല്ലപോലെ പരിശീലനമായി എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതിനെ ഐബ്രോസിൽ പിടിക്കാവൂ, പക്ഷേ ഫേസിലൊന്നും കുഴപ്പമില്ല. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നന്നായിട്ട് ഫേസ് വാഷ് ചെയ്താൽ, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞാനിപ്പോൾ മേക്കപ്പ് അപ്ലൈ ചെയ്തിട്ടില്ല, ലിപ്സ്റ്റിക്കും കണ്ണെഴുതിയിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്, അത് വീഡിയോ എടുക്കുന്നത് മാത്രം കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം ചെയ്യേണ്ടത് നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആലോവേര ജെല്ലാണ്. നിങ്ങൾക്കിതില്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. തീരെ ലൈറ്റ് ആണെങ്കിൽ ഒരു തിക്ക് ലെയർ അപ്ലൈ ചെയ്യുക. അല്ല ഇപ്പം നിവ്യയുടെയൊക്കെ പോയി ഇച്ചിരി കട്ടിയുള്ളതാണെങ്കിൽ നല്ല അത്യാവശ്യം ഒരു മീഡിയം ക്വാളിറ്റിയിൽ അപ്ലൈ ചെയ്താൽ മതി, ക്വാണ്ടിറ്റിയിൽ അപ്ലൈ ചെയ്താൽ മതി. ഇനി മമ്മ എർത്തിൻ്റെ ഈ ആലോവേര ജെല്ല് നമുക്ക് മുഖത്തൊന്നും ഇടാം അല്ലേ? ഓക്കെ, ഇതെനിക്കിഷ്ടം കേട്ടോ. പക്ഷേ ഇതിന് ഒരു മണമുണ്ട്, അതെന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സാധാരണ അലോവേര ജെല്ലിന് വലിയ മണമൊന്നും ഇല്ലല്ലോ, ഇതിന് പക്ഷേ ഒരു മണമുണ്ട്. അപ്പം ഇപ്പം ഞാൻ ഫേസും മുഴുവനും നിങ്ങൾക്ക് ത്രെഡ് ചെയ്ത് മറിച്ച് തന്നേക്കാം. ആഹാ, നല്ല രസമുണ്ടല്ലേ? ബാക്കി വന്നത് കയ്യിലൊക്കെ തൂത്ത് വെക്കാം. ഓക്കെ, ഇനിയാണ് നമ്മുടെ പണിയായുധം നമ്മൾ പുറത്തേക്ക് എടുക്കാൻ പോകുന്നത്. ഇത് ഒരു കാരണവശാലും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യരുത്. ആണുങ്ങളുടെ റേസർ പോലെ അല്ല നമ്മളുടെ ഫേഷ്യൽ റേസർ യൂസ് ചെയ്യുന്നത്. ഇതിങ്ങനെ പിടിച്ചിട്ട് ഒരു ആംഗുലേഷനിൽ ഇങ്ങനെ പിടിക്കുക. ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെ പിടിക്കുക, കാണാമല്ലോ അല്ലേ? ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിച്ചിട്ട് സ്കിന്ന് ഒച്ചിരി ഒന്ന് പുള്ളി ചെയ്ത് പിടിച്ചിട്ട്, എന്നിട്ട് പതുക്കെ സാവധാനം താഴോട്ട് കണ്ടോ? ചെയ്തേക്കാം. കാണാവോ? നല്ലപോലെ ഹെയർ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാമെന്ന് തോന്നുന്നല്ലേ ചെറിയൊരു ഡിഫറൻസ്. പിന്നെ നിങ്ങൾക്ക് ലൈവായിട്ട് നല്ല പഴുത്ത് നിൽക്കുന്ന പോലത്തെ കുരുക്കളുണ്ടെങ്കിൽ അതിൻ്റെ മേളിലൊന്നും ഇതിട്ട് പിടിക്കരുത് കേട്ടോ. അത് നമുക്ക് പിന്നെ ചെയ്യാം, കുരു പോയി കഴിഞ്ഞിട്ട് ചെയ്യാം. പിന്നെ ഇവിടെ വരുമ്പോൾ ഇതേ വരുന്നത് ഞാൻ മനഃപൂർവ്വം കാണിക്കാത്ത കേട്ടോ. എല്ലാവർക്കും അങ്ങനെ കാണിക്കുന്നൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണ്. പക്ഷെ നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ആ സ്കിന്നിൽ ഉണ്ടായിരിക്കുന്ന ഡിഫറൻസ്. കണ്ടല്ലോ? ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ കാണിച്ചു തരാം. ഇപ്പുറത്തെ സ്കിന്നും സെയിം വേ ഇങ്ങനെ ഒന്ന് പുള്ളി ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് നേരെ താഴേക്ക് ഞാൻ കവിളിൻ്റെ ഭാഗം എത്തുമ്പോൾ ഒന്ന് ഇങ്ങനെ ബ്ലോ ചെയ്ത് പിടിക്കും. ഇങ്ങനെ അന്യായമാണ്. എന്നാലും കണ്ടോ എന്ത് ഈസി ആയിട്ട് നമ്മുടെ സ്കിന്ന് റിമൂവ് ചെയ്ത് നോക്കി. എന്ത് ഈസി ആയിട്ട് നമ്മുടെ സ്കിൻ അത് റിമൂവ് ചെയ്ത് നോക്കിക്കേ. ആലോവേര ജെല്ലിൻ്റെ ഹെൽപ്പോടുകൂടി തന്നെ ആ ഒരു ഹെയർ, ആ സ്കിന്നിലുണ്ടായിരുന്ന ഹെയർ മുഴുവനും റിമൂവാണ്. നല്ലതാണ്. പിന്നെ ഇവിടെ എനിക്ക് ഫോർഹെഡിലും ഹെയർ ഉണ്ട് കേട്ടോ. ഞാനതൊക്കെ ഇങ്ങനെ ചെയ്യും.
അറിയാമെങ്കിൽ, അതായത് നമ്മളിത് യൂസ് ചെയ്ത് കുറച്ച് പരിചയമായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പിടിക്കാനില്ല. നമുക്കിത് എപ്പോഴും കൈ കരുതാം, നമ്മുടെ പേഴ്സിനകത്തോ ബാഗിൻ്റെ അകത്തോ എപ്പോഴും കൈ കരുതുക. പെട്ടെന്ന് ആരെങ്കിലും എങ്ങോട്ടേലും ഒന്ന് പോകണമെന്ന് പറയുമ്പോഴോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് ഒരു പാർട്ടി വരികയോ ഒരു ഫംഗ്ഷൻ വരികയോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോകണമെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ പാർലറിലേക്ക് ഓടാൻ നിൽക്കണ്ട. നമ്മുടെ സേവിയർ, നമ്മുടെ ഫേഷ്യൽ റേസർ എപ്പോഴും ബാഗിനകത്ത് ഉണ്ടാകണം. ഓക്കെ. പിന്നെ ഈ ഭാഗം ത്രെഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഇങ്ങനെ ഒന്ന് പിടിച്ചേക്കുക. ത്രെഡല്ല, സോറി, ഫേഷ്യൽ റേസർ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുക. ഓക്കെ. മറിച്ച് മറ്റേ വശമാണെങ്കിലും ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. അപ്പം നമ്മുടെ കൈയുടെ അവിടെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫേഷ്യൽ റേസർ നിന്ന് പോകും. അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും കട്ട് ഓഫ് ആകാതിരുന്നു. പിന്നെ ഐബ്രോസ് ചെയ്യുകയാണെങ്കിൽ മറ്റേ നമ്മൾ ത്രെഡ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ഒന്ന് പുൾ ഓഫ് ചെയ്തിട്ട് അയ്യോ എൻ്റെ രണ്ടു മുടിയും കൂടെ ആ കൂട്ടത്തിലങ്ങ് പോയി. ഫേഷ്യൽ റേസറിനെ ശ്രദ്ധിച്ച് നിന്നാ സാരമില്ല, രണ്ടും കൂടി പോട്ടെ. അപ്പോൾ ഇങ്ങനെ ഒന്ന് പുൾ ഓഫ് ചെയ്യുക. അതിനാണ് ഈ പുള്ള് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ ആ ബാൻഡൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങളുടെ മുടിയൊക്കെ ഒന്ന് സെക്യൂർ ചെയ്ത് കേട്ടോ. കാണാമല്ലോ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ ഫോർഹെഡ് അല്ലെങ്കിൽ ഐബ്രോസിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ചില ആൾക്കാർ ഐബ്രോസിൻ്റെ താഴ്ഭാഗം ഇവിടം ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക, നിങ്ങൾ പരിചയമില്ലെങ്കിൽ, അതായത് ഫേഷ്യൽ റേസർ ആദ്യമായിട്ടൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, ഒരു കാരണവശാലും നിങ്ങൾ ഈ ഭാഗത്ത് ഫേഷ്യൽ റേസർ കൊണ്ട് ചെയ്യേണ്ട. നിങ്ങളൊരു പ്ലക്കർ എടുത്ത് ഇച്ചിരി ക്ഷമയോടുകൂടി തന്നെ ഇരുന്ന് പ്ലക്ക് ചെയ്ത് ആ ഭാഗത്തുള്ള മുടിയും കാര്യങ്ങളൊക്കെ കളയുക. അതായിരിക്കും നല്ലത്. അതല്ല നിങ്ങൾക്ക് ഫേഷ്യൽ റേസർ തന്നെ യൂസ് ചെയ്തേ പറ്റുള്ളെങ്കിൽ, ഞാൻ കണ്ടിട്ടുള്ള ഇതിൽ ചില ആൾക്കാർ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് യൂസ് ചെയ്യും. ഇങ്ങനെ കാണാമല്ലോ അല്ലേ? ഞാൻ അങ്ങനെയും ചെയ്യാറില്ല എന്നല്ല, അങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ഇങ്ങനെയും കൂടി ചെയ്യാറുണ്ട്. ഇങ്ങനെയും കൂടെ ചെയ്ത് കഴിയുകയാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് മാറും. പക്ഷേ നിങ്ങൾ ഫേഷ്യൽ റേസർ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ഈ നമ്മുടെ കണ്ണിൻ്റെ ഭാഗത്ത് അപ്പർ ഐലിഡ്സിൽ നിന്നും ഇത് പിടിക്കാതിരിക്കുന്നതാണ്. എന്തെങ്കിലും കഷ്ടകാലത്തിൽ ഇവിടെ വല്ല മുറിയുകയോ അല്ലെങ്കിൽ ഐബ്രോസ് തന്നെ ഓവറായിട്ട് കട്ട് ഓഫ് ആയി പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറേ നാളത്തേക്ക് നമുക്ക് പാടാണ്. അത് വളർന്നു വരുന്നത് വരെ നമ്മൾ ഇരട്ടിപ്പണിയായിട്ട് നിൽക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഫേഷ്യൽ റേസറും മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറയുന്നു, യു വോണ്ട് റിഗ്രറ്റ്. നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ കാര്യത്തിൽ റിഗ്രറ്റ് ചെയ്യത്തില്ല. പെയിൻലെസ് ആയിട്ട് ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ നടന്നു കിട്ടും. ഇത് കഴിഞ്ഞിട്ട് ഐബ്രോ ചെയ്യുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഐബ്രോ ബ്രഷ് വെച്ചിട്ട് ഇതൊന്ന് ഇത് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സിസർ, കുഞ്ഞി സിസറില്ല, നമ്മൾ ഐബ്രോ കട്ട് ചെയ്യുന്ന സിസർ, അതെടുത്തിട്ട് ഇവിടെ എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഐബ്രോ വെച്ചേക്കുന്നത്. 2-2.5 വർഷമായി. ആക്ച്വലി അമ്പ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഞാൻ ഇതുവരെ ത്രെഡ് ചെയ്യാനോ അങ്ങനെയൊന്നും പോയിട്ടേ ഇല്ല. മുടിയൊക്കെ ചെയ്യാനും ഒക്കെ പോയിട്ടുണ്ട്, ത്രെഡ് ചെയ്തിട്ടില്ല. ഞാൻ തന്നെയാണ് എല്ലാം ത്രെഡിങ്. അയ്യോ, വർത്താനം പറഞ്ഞിരിക്കുന്നവർക്ക് ഒരു കാര്യം മറന്നുപോയി. ഇതിൻ്റെ കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ അടുത്ത സെറ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ വീണ്ടും നമുക്ക് ബ്രേക്ക് ഔട്ട്സ് വരും അല്ലേ? കഴുത്തേയും കൂടെ ഒക്കെ നന്നായിട്ട് ചെയ്തേക്കാം. ഓക്കെ. അപ്പം നമ്മൾ നല്ല ഗംഭീരമായിട്ട് പെയിൻലെസ് ആയിട്ട് ഫേഷ്യൽ ഹെയർ റിമൂവൽ ചെയ്തിരിക്കുന്നു. ഇഷ്ടമായോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയണം. കാരണം എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ, എൻ്റെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ വേറെ എന്തെങ്കിലും പുതിയ കണ്ടൻസ് നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ, സംശയം ഉള്ള ടോപ്പിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുകയോ മെയിൽ അയക്കുകയോ ചെയ്താൽ മതി. ഓക്കെ. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഗുസ്തി പിടിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? എനിക്ക് ഒരുപാട് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ റെസ്പോൺസ് അറിഞ്ഞിട്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ നിങ്ങളെ ബോർ അടിപ്പിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഓക്കെ. സോ അൺടിൽ നെക്സ്റ്റ് ടൈം വി മീറ്റ്.